ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി. ഈ അൾത്താരയിൽ കയറ്റി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2004 ഏപ്രിൽ 29 എൻ്റെ പേര് സുരേഷ്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ സ്വപ്ന, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മ. ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് 2024 ഏപ്രിൽ 29 ഇവിടെ വരാനുണ്ടായ ഒരു കാരണം, എനിക്കൊരു പത്രം എൻ്റെ ഒരു സുഹൃത്ത് തന്ന് അതുവഴിയാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല, ദുബൈയിലായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങളൊരു വീട് പണി തുടങ്ങി. അതിൻ്റെ പകുതി വച്ച് സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തേണ്ടി വന്നു. പിന്നെ ദുബൈയിൽ വെച്ച് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫ്. ഞാൻ 1 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തോളൂ. അപ്പോഴത്തേക്കും ആ കമ്പനിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. വേറൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് 8 ദിവസമായപ്പോഴത്തേക്കും ആ കമ്പനിയിൽ വെച്ച് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയും എൻ്റെ നട്ടലിന് ചെറിയ 2 പൊട്ടൽ സംഭവിക്കുകയും വലത് കാലിൻ്റെ ഉപ്പുറ്റി പൊട്ടി നന്നായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോഴെനിക്ക് നാട്ടിൽ വരാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തതേ ഉള്ളൂ, റിസൈൻ ചെയ്തില്ല. റിസൈൻ അവരെ തന്നില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത കമ്പനിയിൽ കയറുന്നത്. ആ കമ്പനിയിൽ എനിക്ക് വിസ അടിച്ചതുമില്ല. അപ്പോൾ രണ്ടും അല്ലാത്തൊരു പരുവത്തിൽ ഞാൻ വീഴുകയും ചെയ്തു. പരിശുദ്ധ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. 4 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവർ 2 ദിവസം ആയപ്പോൾ തന്നെ ഞാൻ കയറിയ കമ്പനി എൻ്റെ കൂടെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്നെ വഴിയിലാക്കുമോ ഇവർ, നാട്ടിൽ വിടുമോ, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ കാലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കി. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു വിൻഡോ ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ 3 ദിവസം കിടന്നിട്ട് ആ വിൻഡോ ഞാൻ കാണുന്നില്ല. ആ വിൻഡോയിലൊരു കർട്ടൻ ഉണ്ടായിരുന്നു, അത് മഴവില്ലാണ് ആ കർട്ടൻ. അപ്പോഴെനിക്ക് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ 2 ദിവസം റൂമിൽ വന്നിട്ട് 6-ാമത്തെ ദിവസം എന്നെ അവിടുന്ന് അവർ കമ്പനി തന്നെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് 8 ദിവസം എനിക്ക് ജോലി ചെയ്യാൻ ചെയ്തുള്ളൂവെങ്കിലും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ അവരെന്നെ നാട്ടിൽ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട് പണി അന്നേരം തുടങ്ങി പകുതി വഴിയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാൻ നാട്ടിൽ വന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പ് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ നാട്ടിൽ വന്ന് ക്ലോസ് ചെയ്യാൻ പറ്റി എനിക്ക്. അതും അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ആ ലോൺ എനിക്ക് അതിന് മുമ്പ് ആ ലോൺ എടുത്ത ബാങ്കിൽ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയും ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ചിട്ടി 2 ചിട്ടിയായിട്ടും ഞങ്ങളെ അറിയിച്ചില്ല ബാങ്ക് ഇങ്ങനെ ചിട്ടി തുടങ്ങി. ആദ്യത്തെ ഒരു ചിട്ടിയുടെ പൈസ അടച്ചായിരുന്നു. 3-ാമത്തെ ചിട്ടി ആവണ ടൈമിന് ബാങ്ക് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ 2-ാമത്തെ ചിട്ടിയുടെ പൈസയും തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആക്സിഡൻ്റായി നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളെ നിങ്ങൾ അറിയിച്ചില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഈ ലോണും ചിട്ടിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ചിട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മ മാതാവ് ഒരു ബോധ്യം എനിക്ക് തന്നു, എന്തിന് നീ വിഷമിക്കണം, നീ ധൈര്യമായിട്ട് പോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 3-ാമത്തെ ചിട്ടിയുടെ പൈസ അടച്ച് ഞാൻ ബാങ്കിൽ പോയി. എൻ്റെ വൈഫ് പോയി. 3-ാമത്തെ ചിട്ടി ഞങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോഴേ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ പണി അങ്ങനെ നിന്നപ്പോൾ വീണ്ടും അമ്മ മാതാവ് ബോധ്യം തന്നു, നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടല്ലോ കയ്യിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്. ഓരോരോ അനുഗ്രഹങ്ങൾ അമ്മ ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വീട് പണി അതിമനോഹരമായ, എല്ലാവരും സാക്ഷ്യം പറയും പോലെ തന്നെ മനോഹരമായ ഒരു വീട് പണിയാൻ പറ്റി. കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളുടെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഹൗസ് വാമിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് ഞാൻ
ഞാൻ മാത്രമാണ് പോയി ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തിട്ട് എൻ്റെ വൈഫിനോടോ വീട്ടിലുള്ള ആരോടോ ഞാൻ പറഞ്ഞില്ല. നേരെ ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, അമ്മയും ഈശോപ്പനും എൻ്റെ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടാവണം, കാനായിലെ കല്യാണ വിരുന്ന് പോലെ ഗംഭീരമാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. അതുപോലെ അമ്മയുടെ പ്രസൻസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് ഒരു പ്രകാശം എൻ്റെ വീട്ടിലേക്കും ഞങ്ങളിലേക്കും അടിച്ചു. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ് ഇവിടെ SP പോർട്ട് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്താണ് എൻ്റെ ചികിത്സ നടന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈക്കുള്ളിൽ മഴവില്ല് വന്നു. അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ ടൈമിന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഹോസ്പിറ്റലിൽ ഡോക്ടർ നടന്ന് കാണിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ നടക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് മാത്രമേ ഞാൻ കാല് കുത്തുവെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ മുമ്പിലൊന്ന് കാല് കുത്തി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന് കൃപാസനത്തിലാണ് ഞാൻ കാല് കുത്തിയത്. എൻ്റെ അമ്മയുടെ അനുഗ്രഹം. 1.5 മാസം മാത്രമേ ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കാല് തവിട് പൊടി പിരിന്നു പോയ കാല്, ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി അന്ന് തന്നെ ഇവിടെ കാല് കുത്തി നടന്നു. അതിനുശേഷം എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട്, നട്ടെല്ലിന് 2 ചെറിയ പൊട്ടലുണ്ടായിരുന്നു, എൻ്റെ കാല് പൊടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ 1.5 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി. കാലിനൊരു ചെറിയ നീരുണ്ട്, അത്രയേ ഉള്ളൂ. അതും അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ബാക്കി സാക്ഷ്യങ്ങൾ പറയും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, അമ്മയ്ക്ക് ലിഗമെൻ്റ് വലിഞ്ഞിട്ട് വളരെ പ്രയാസമായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഭാരമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല, ബെൽറ്റ് ഇട്ടേക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കുഴപ്പമില്ലാതെ അമ്മയ്ക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ പ്ലാവ് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വൈകുന്നേരം സായന പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി തീർന്നതും ആ പ്ലാവ് ആരോ പിടിച്ച് മാറ്റിയതുപോലെ, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് വേറൊരു വീടും ഉണ്ട്, ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അത് പിടിച്ച് മാറ്റിയിട്ട പോലെ അമ്മ മാതാവ് മാറ്റി തന്നു. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേരെ ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളൊരു വൃദ്ധസദനം സന്ദർശിക്കാറുണ്ട്. അവിടെ ഞങ്ങളെക്കൊണ്ടാവുന്ന പോലെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട് പാലുകാച്ചൽ ഈ ജനുവരി 26-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോയി ഞങ്ങൾ തന്നെ വിളമ്പി കൊടുത്തു. പിന്നെ ഒരു ഇടിമിന്നൽ, ഞാനൊരിക്കൽ ഷീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഇടിമിന്നലുണ്ടായി. ഷീറ്റ് അടിക്കുന്ന മെഷീൻ്റെ അടുത്തായിട്ട് അതൊന്ന് പതിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. വലിയൊരു സംരക്ഷണം ലഭിച്ചു. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും രാവിലത്തെ പ്രതിഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്. ധ്യാനം കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം, നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന
നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള എന്ന വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലാണ്. എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും കഷ്ടതകളുടെ വഴികളിലായാലും ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുന്നു. ദൈവം നമുക്ക് നമ്മുടെ കാലുകൾ തട്ടാതെ നമ്മൾ ചുമക്കുന്ന ഒരു ദൈവമാണെന്നാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ കാലുകുത്തിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ വന്നത്. ജോലി പ്രശ്നങ്ങളും പകുതി തീർത്ത കുടുംബ ഭവനവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുമായിട്ടാണ്, ഒരു പ്രശ്നങ്ങളുടെ ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് നമ്മൾ കേട്ടത് ഇവിടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് ഇവരെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ്. അക്രൈസ്തവരായ മക്കളുടെ വിശ്വാസപരമായ ജീവിതം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് അവരുടെ വിശ്വാസ ജീവിതം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആക്സിഡൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന സമയത്ത് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതും പുതിയ ജോലിക്ക് ചേർന്നതും എങ്ങുമില്ലാത്ത എത്തപ്പെടാത്ത ഒരു നിമിഷമാണ്. അവിടെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഇവർ പ്രാർത്ഥിച്ചു. വിശ്വാസം നഷ്ടപ്പെടാതെ ജോലി പോയി എന്ത് ചെയ്യുക എന്നൊന്നുമല്ല, ഈ മകൻ അമ്മയുടെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് 8 ദിവസം മാത്രം ഒരു കമ്പനി ജോലി ചെയ്യുന്നത്. ഏതൊരവസ്ഥയിലും അവർ സഹായിക്കാൻ സാധ്യത കുറവുള്ള അവസ്ഥയാണ്. എന്നിട്ടും പരിശുദ്ധ അമ്മയാണ് അവിടെ ചെന്ന് സഞ്ചാരി മാതാവിൻ്റെ രൂപത്തിൽ ഈ മകൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ പ്രൊസീജിയേഴ്സും നടത്തി നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്ത് പിന്നീട് ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ കഷ്ടപ്പാടിൻ്റെ നടുവിലാണ് അമ്മ വേറൊരു അനുഗ്രഹം ഇവർക്ക് കൊടുക്കുന്നത്. കയ്യിലൊന്നുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഫൈനാൻസിൽ ഒരു രീതിയിലും ഇവർക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണ്. പെട്ടെന്നൊരു ചിട്ടി എടുക്കുകയും മനസ്സിൽ പറയുന്ന ഓരോ നിമിഷവും അമ്മയുമായിട്ടൊരു നല്ലൊരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധം. എല്ലാം ചോദിച്ചും പറഞ്ഞിട്ടുമാണ് ഈ മകൻ ചെയ്യുന്നത്. അങ്ങനെ അമ്മയോട് എല്ലാം പറഞ്ഞപ്പോൾ ചിട്ടി വേണോ വേണ്ടയോ ഒക്കെ മുന്നോട്ട് പോട്ടെ, വീണ്ടും എടുത്തു. ആ ചിട്ടി വീണു, ലോൺ അടച്ചു. പിന്നെ ഭവനം വീടുന്ന ആ സമയത്ത്, ഒന്നാമത് ആക്സിഡൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഭവനം എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും, ഈശോയും അമ്മയും ഏറ്റെടുത്തു ആ പണിയും. അങ്ങനെയാണ് ഒരു ഭവനം പണിത് ഇവിടെ വന്ന ആ മകന് ആദ്യം ഇവിടെ വന്ന അമ്മയോടാണ് ചോദിച്ചത്, അമ്മയുടെ ഡേറ്റ് എന്നാണ് ഇടേണ്ടത്. ഓരോ കാര്യത്തിലും തുടർച്ചയായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഒരു സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചത്. പ്രാർത്ഥിച്ചു, ആ മകൻ പോയി. അങ്ങനെയാണ് അമ്മയെ വിളിച്ചു. ഭവനത്തിൻ്റെ പാലുകാശ്, അതായത് ഇനാഗുറേഷൻ ഡേ, അമ്മയും ഈശോയും വരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചിട്ടാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വീട്, അതിൻ്റെ മുകളിലേക്കാണ് ആ ഫോട്ടോയിൽ കണ്ട പ്രകാരം ആകാശത്തു നിന്നും വലിയൊരു ലൈറ്റ്, അതായത് വലിയൊരു പ്രകാശമാണ് ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്നത്. അതിവർക്കറിയത്തില്ലായിരുന്നു. ഫോട്ടോ എടുത്ത ആളാണ് ആ ക്യാമറയിൽ പതിഞ്ഞതാണ്. ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്ന ഒരു വലിയൊരു പ്രകാശം. അത് വെറുതെ അല്ല, ഈ മകൻ ആഗ്രഹത്തോടെ ഈശോയും അമ്മയും വിളിച്ചിട്ട് പോയതാണ്, ഈശോയും അമ്മയും വരണമേ എന്ന്. അങ്ങനെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ വീടിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് ആ ക്യാമറയിൽ പതിഞ്ഞത്. ഇതാണ് മക്കളെ ഉടമ്പടി മക്കളുടെ ജീവിതം. ഈശോയുടെ അമ്മയുടെ നമ്മുടെ വിഷയബന്ധിതമല്ലാതെ ആത്മാർത്ഥമായിട്ടൊരു ബന്ധം പുലർത്തുമ്പോൾ ഈശോയും അമ്മയും നമ്മെ ഒരിക്കലും കൈവിടില്ല, നമ്മുടെ കൂടെ നിൽക്കും. ആ സാന്നിധ്യമാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന ഓരോ രീതിയിൽ ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് നടത്തുന്ന മക്കളാണെന്ന് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചത്. പിന്നീട് ഈ മകൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെയും മകനൊരു പ്രതീക്ഷ കൊടുത്തു. അമ്മ കൂടെയുണ്ട് മോനെ, നീ പേടിക്കണ്ട. കൈയുടെ മുകളിലോട്ട് ഒരു നല്ലൊരു മഴവില്ല്, അത് നല്ല ക്ലിയറായിട്ട് ബ്രൈറ്റായിട്ട്, സിമ്പിൾ ലൈറ്റ് അല്ല, ഓരോ കളറും ക്ലിയറായിട്ടാണ് ആ മകൻ്റെ കയ്യിൽ പതിഞ്ഞിരിക്കുന്നത്. ഒരു റെയിൻബോ മഴവില്ല്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉടമ്പടിയിലാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തകർച്ചകളാകാം, ബുദ്ധിമുട്ടുകളാകാം, വിഷമങ്ങളാകാം, രോഗാവസ്ഥകളാകാം, ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉടമ്പടിയിലാണ്. അമ്മയോട് പറഞ്ഞാൽ മാത്രം മതി. ഈശോയോടാണ് അമ്മ ചെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ലെഗമെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
അവൾ പ്രായം ചെന്ന അമ്മയാണ്. ആ ലഘുമൻ്റെ ഈ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചാണ് ആ പ്രശ്നവും ശരിയായത്, രോഗസൗഖ്യം കിട്ടിയത്. പിന്നെ ഉണ്ടായിരുന്ന നാച്ചുറലായിട്ടുള്ള മരത്തിൻ്റെയും ലൈറ്റണിങ്ങും എല്ലാം, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സംരക്ഷണമാണ് ഇവിടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാവലായിരിക്കാൻ നമ്മൾക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിൽ നയിക്കുന്ന അമ്മയാണ്. അമ്മയോടാണ് നമ്മുടെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.